പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഫെബ്രുവരി 24-ന് രാവിലെ 9-ന് മുണ്ടക്കയത്ത് എത്തിച്ചേരും. യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നത് സംബന്ധിച്ച ആലോചനാ യോഗവും പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ UDF ജനപ്രതിനിധികളുടെയും സംഗമവും UDF കൺവെൻഷനും നടന്നു. മുണ്ടക്കയം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ മജു പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. പ്രകാശ് പുളിക്കൻ സ്വാഗതം ആശംസിച്ചു. അഡ്വക്കേറ്റ് P.A. സലീം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ചരിത്ര വിജയം നേടിയ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം 2026-ൽ കേരളത്തിൽ UDF-ന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ആ സുവർണ നിമിഷങ്ങൾക്കായുള്ള ഉജ്ജ്വലമായ ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗം നിലയിലാണ് കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ V.D. സതീശൻ നയിക്കുന്ന ജാഥ 24-ാം തീയതി മുണ്ടക്കയത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു വരുന്നു. ഒരുപാട് രാഷ്ട്രീയ സമ്മേളനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ ജില്ലയുടെ കവാടത്തിൽ ശ്രീ V.D. സതീശനും UDF-ന്റെ സംസ്ഥാനത്തെ മുൻനിര നേതാക്കന്മാരും എത്തുമ്പോൾ ആവേശകരമായി സ്വീകരണമാക്കി മുണ്ടക്കയത്തിൻ്റെയും കോട്ടയത്തിൻ്റെയും ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു സമ്മേളനമാക്കി അതിനെ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ഈ മുണ്ടക്കയം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേരുന്ന ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം. റഫീഖ് മണിമല, തോമസ് കല്ലാടൻ, അഡ്വക്കേറ്റ് ജോമോൻ ഐക്കര, അഡ്വക്കേറ്റ് സലീം ചേനപ്പാടി, സിജു കൈതമറ്റം, തോമസ് കുട്ടി മൂന്നാനപ്പള്ളി, റാസി ചെറിയവല്ലം, അഡ്വക്കേറ്റ് സതീഷ് കുമാർ, ബിനു മറ്റക്കര, റോയി കപിലുമാക്കൽ, അഡ്വക്കേറ്റ് വസന്ത തെങ്ങുംപള്ളി, ഷാജി തടാമറമ്പിൽ, അഡ്വക്കേറ്റ് റിമിൽ രാജൻ, TC ഷാജി, അഡ്വക്കേറ്റ് VP നാസർ, സൂസമ്മ മാത്യു, മിനി ബിനോ, സാബു പ്ലാന്തോട്ടം, അഡ്വക്കേറ്റ് സോണി തോമസ്, മറിയാമ്മ ടീച്ചർ, മോഹൻദാസ് പഴുമല, കബീർ മുക്കാലി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫെസ്റ്റ് ന്യൂസ് മുണ്ടക്കയം.